നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. മാസപ്പടി കേസിൽ വീണ വിജയനുമായി ബന്ധപ്പെട്ട രേഖകൾ ഇഡിക്ക് കൈമാറി CMRL. ആദായനികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന് ആധാരമായ രേഖകളാണ് ഹാജരാക്കിയത്. ഇഡി സമൻസിനെതിരെ CMRL MD ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചു. ചോദ്യം ചെയ്യലിൽ ഇഡി ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് CMRL ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഇന്ന് ഹാജരാകണം എന്നാവശ്യപ്പെട്ട് CMRL ചീഫ് ജനറൽ മാനേജറും കമ്പനി സെക്രട്ടറിയുമായ P സുരേഷ് കുമാറിന് വീണ്ടും ഇഡി നോട്ടീസ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി S ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് കർത്തയും മറ്റ് ജീവനക്കാരും ഹൈക്കോടതിയിൽ പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത് വീണ വിജയനുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ ചില രേഖകൾ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രേഖകൾ ഉണ്ടായിരുന്നു. ആ രേഖകൾ ഇഡി ആവശ്യപ്പെട്ട പ്രകാരം ഇഡിക്ക് CMRL കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയും ചെയ്യുന്നു. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഇനി രണ്ടാമത്തേത്, ശശിധരൻ കർത്ത, CMRL MD ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇഡി തനിക്ക് തുടർച്ചയായി നോട്ടീസുകൾ അയക്കുന്നു, തനിക്ക് ഹാജരാകാൻ സാധിക്കില്ല, താൻ അസുഖബാധിതരാണ്, ഡിമെൻഷ്യയും പാർക്കിൻസൺസും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ തനിക്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ എത്തിയത്. ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, തനിക്ക് നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ചോദ്യാവലി അയച്ചു തന്നാൽ അതിന് മറുപടി നൽകാം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഉദ്യോഗസ്ഥരും, CMRL ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചു. അവർ പറയുന്ന കാര്യം, തങ്ങളെ മാനസികമായി പീഡിപ്പിക്കുകയാണ് ചെയ്തത്. 24 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. അത് കോടതി നേരത്തെ കടുത്ത നടപടികൾ പാടില്ല എന്ന് ഉത്തരവിട്ടിട്ടും കടുത്ത നടപടികളാണ് ഉണ്ടായത്. രാത്രി മുഴുവൻ തങ്ങളെ ചോദ്യം ചെയ്യലെന്ന പേരിൽ ഇഡി ഓഫീസിൽ പിടിച്ചിരുത്തി എന്നും പറയുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്തതിന്റെ CCTV ഫുട്ടേജ് സൂക്ഷിച്ചു വെക്കണം എന്ന് ഹർജിക്കാർ ഇപ്പോൾ കോടതിയിൽ പറയുന്നു. കാരണം തങ്ങളോട് മോശമായി പെരുമാറിയത് മുഴുവൻ ആ CCTVയിൽ ഉണ്ടാകും എന്നവർ പറയുന്നു. കോടതിയിൽ ഇപ്പോഴും വാദം പുരോഗമിക്കുകയാണ്. ശ്രീകാന്ത്, ഈ എന്ത് തരം സേവനമാണ് എക്സാലോജിക്ക് നൽകിയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തോട് CMRL ജീവനക്കാരുടെ പ്രതികരണം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച സൂചനകളുണ്ടോ? എന്ത് സേവനമാണ് വീണ വിജയനിൽ നിന്നും കിട്ടിയത് എന്നത് സംബന്ധിച്ച് മറുപടി കൃത്യമായി കിട്ടിയില്ല എന്നുള്ളതാണ് ഇഡി വ്യക്തമാക്കുന്നത്. ചോദ്യം ചെയ്യൽ നീണ്ടുപോയതും അതിനാലാണ്, അവരുടെ ഭാഗത്തുനിന്നും കാര്യമായ സഹകരണം ഉണ്ടായില്ല, അതിനാലാണ് 24 മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നീണ്ടുപോകേണ്ടി വന്നത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. എന്തായാലും കോടതിയിൽ ഒരു പക്ഷേ അക്കാര്യം അവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തേക്കും. ഇത്രയധികം സമയം നീണ്ടുപോയത് എന്തുകൊണ്ടാണ് എന്നതിൽ അവർ കാര്യം വ്യക്തമാക്കുകയും ചെയ്യും. എന്ത് സേവനമാണ് എന്നത് സംബന്ധിച്ച് ഇവർക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണ റിപ്പോർട്ടിന് കാരണമായ രേഖകൾ, കോൺഫിഡൻഷ്യൽ രേഖകൾ നൽകി ഈ അന്വേഷണത്തോട് സഹകരിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ രേഖകൾ ചോദിച്ചിരുന്നു, ആ രേഖകൾ ഹാജരാക്കി. പക്ഷെ സേവനം എന്ത് എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയില്ല എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. തുടർന്നാണ് അവർക്ക് വീണ്ടും നോട്ടീസ് അയക്കാൻ ഇഡി നിർബന്ധിതമായത്. ഈ രേഖകൾ CMRLന്റെ കൈവശമുള്ളത് എല്ലാം ഇഡിക്ക് നൽകിയെന്ന് ഹൈക്കോടതിയെ ബോധിപ്പിക്കുന്നതിലൂടെ എന്താണ് ഉദ്യോഗസ്ഥരും കർത്തയും എല്ലാം ഉദ്ദേശിക്കുന്നത്? അതിൽ ഒരു സംശയത്തിന്റെ അടിസ്ഥാനം തന്നെ വേണ്ട. കാരണം ഈ കേസിൽ തങ്ങൾ സ്വാഭാവികമായും സഹകരിക്കുന്നുണ്ട്. ഈ സഹകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി തുടർ അന്വേഷണം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കിട്ടുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതിയിൽ ഇപ്പോഴും ആ വാദം പുരോഗമിക്കുകയാണ്. വേണു. S ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സിവിൽ സർവീസ് പരീക്ഷയിൽ ലക്നൌ സ്വദേശി ആദിത്യ ശ്രീവാസ്തവയ്ക്ക് 1ാം റാങ്ക്. എറണാകുളം സ്വദേശി സിദ്ധാർത്ഥ് രാംകുമാർ 4ാം റാങ്ക് നേടി. മലയാളികളായ ആശിഷ് കുമാർ 8ാം റാങ്കും വിഷ്ണു ശശികുമാർ 31ാം റാങ്കും നേടി. വീട്ടുകാർ അറിയാതെയാണ് സിദ്ധാർത്ഥ് പരീക്ഷ എഴുതിയത് എന്ന് കുടുംബം 24നോട് പറഞ്ഞു. സിദ്ധാർത്ഥ് ആക്ച്വലി ഇപ്രാവശ്യം എഴുതിയായിരുന്നെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സിദ്ധാർത്ഥ മിനിസ്ട്രി ഓഫ് ടെലികോം ആൻഡ് പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 22-ല് IPS കിട്ടി. 23-ല് റാങ്ക് ഇംപ്രൂവ് ചെയ്തു. പക്ഷെ റാങ്ക് ഇംപ്രൂവ് ചെയ്തെങ്കിലും അയാളുടെ ഇനിഷ്യൽ കേഡർ അലോട്ട്മെന്റ് വെസ്റ്റ് ബംഗാൾ കേഡർ ആയിരുന്നു. വെസ്റ്റ് ബംഗാൾ IPS കേഡർ അലോട്ട്മെന്റ് ദാറ്റ് റിമെയിൻ ഫൈനൽ. 24-ല് ഇപ്രാവശ്യം ബിക്കോസ് ഹി ഗോട്ട് എ ബെറ്റർ റാങ്ക്, ഐ തിങ്ക് ഹി വിൽ ബി ഏബിൾ ടു മൂവ് ഇൻ ടു IAS.
71 റാങ്ക് നേടിയ തിരുവനന്തപുരം സ്വദേശി ഫാബി റഷീദും 24-മായി അനുഭവങ്ങൾ പങ്കുവച്ചു. ആദ്യത്തെ 100-നുള്ളിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷയില്ല. ബിക്കോസ് UPSC എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു 100-നുള്ളിൽ വരണം എന്ന്. ഞാൻ സ്കൂള് സർവോദയ വിദ്യാലയ തിരുവനന്തപുരം നാലാഞ്ചിറയായിരുന്നു പഠിച്ചത്. കോളേജ് നൈസർ തിരുവനന്തപുരം ആയിരുന്നു. ഞാൻ 2022 പാസ് ഔട്ടായി. അതിനുശേഷം ഞാൻ ഫോർച്യൂൺ IAS അക്കാഡമിയിലാണ് പഠിച്ചത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, കേരളത്തിന് അഭിമാനകരമായ നേട്ടമാണ്. എന്തൊക്കെയാണ് പരീക്ഷാ ഫലത്തിന്റെ വിശദാംശങ്ങൾ? ആർ രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നൽകും. രാധാകൃഷ്ണൻ ഇപ്പോൾ ഉണ്ട്. രാധാകൃഷ്ണൻ, കേരളത്തിന് അഭിമാനകരമായ നേട്ടമാണ്. എന്താണ് IAS പരീക്ഷാ ഫലത്തിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും വേണു സൂചിപ്പിച്ചതുപോലെ ഇത്തവണ ജനറൽ വിഭാഗത്തിൽ 347 പേർക്കും OBC വിഭാഗത്തിൽ 303 പേർക്കും ഉൾപ്പെടെ 1016 പേർക്കാണ് ഈ റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ പേര് ഏറെ ശ്രദ്ധേയമാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഈ പട്ടികയിൽ കൂടുതൽ ശ്രദ്ധേയമാകുന്ന സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച 4ാം റാങ്കുകാരന് ഉപരിയായിട്ട് ആശിഷ് കുമാർ 8ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. വിഷ്ണു ശശികുമാറാണ് 31ാമത്തെ പേര് നിരയിലുള്ളത്. PP അർച്ചന 40ാമതും, R രമ്യ 45ാമതും, മോഹൻലാൽ 52ാമതും, ബെൻജോ P ജോസ് 59ാമതും, C വിനോദിനി 64ാമതും, പ്രിയ റാണി 69ാമതും, ഫാബി റഷീദ് 71ാമതും, S പ്രശാന്ത് 78ാമതും, ആനി ജോർജ് 93ാമതും ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ UPSCയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പരിശോധിക്കാനായി സാധിക്കും. വേണു. ആർ രാധാകൃഷ്ണ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവസാന ലാപ്പിൽ പ്രചാരണം കൊഴുക്കുന്നു. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. വടകര കള്ളവോട്ട് ആരോപണത്തിൽ ഷാഫി പറമ്പിലിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഈ മാസം 19-ന് മറുപടി നൽകാനാണ് നിർദ്ദേശം. S ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ഷാഫിയുടെ പരാതി? എന്താണ് തുടർ നടപടികൾ? ഷാഫി പറമ്പിൽ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം വഴിയാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത്. അതിൽ പറയുന്നത് വടകരയിൽ വ്യാപകമായ കള്ളവോട്ടിന് കളമൊരുങ്ങുന്നു, മരിച്ചവർ, വിദേശത്തുള്ളവർ എന്നിവരുടെയൊക്കെ തന്നെ പേര് വോട്ടർ പട്ടികയിലുണ്ട്, അതിൻ്റെ തെളിവുകൾ കൈവശമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. ഇത് കോടതി പരിഗണിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചിരുന്നു. ഇതിപ്പോൾ കോടതി കണക്കിലെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. 19-ാം തീയതി ഈ വിഷയത്തിൽ മറുപടി നൽകാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. 19-ാം തീയതി ഇതിന് ഈ കൃത്യമായി ഷാഫിയുടെ പക്കലുള്ള തെളിവുകൾ കൃത്യമാണ് എങ്കിൽ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് കരുതാം. മലപ്പുറത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾ തുടരുകയാണ്. ഇടതുപക്ഷത്തോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർ കുടുംബാംഗങ്ങളാണെന്ന് രാഹുൽ ഗാന്ധി. ഇടതുപക്ഷത്തോട് താൻ ബഹുമാനത്തോടെ സംസാരിക്കൂവെന്ന് മലപ്പുറം മമ്പാട് നടന്ന റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് ഇടതുപക്ഷത്തോടുള്ള നിലപാട് രാഹുൽ വ്യക്തമാക്കിയത്. I know even in this crowd there will be a few LDF people, UDF people. Now see, to my brothers and sisters in the LDF, I disagree with you on ideology and I'm happy to have a discussion on ideology with you. But I want to tell you that you're from Wayanad and that means even if I disagree with you, you are like my family. If I speak to you, I will speak to you with respect and dignity because everybody here is part of my family. That is how you make me feel.
രാഹുൽ ഗാന്ധി നിലമ്പൂരിലെ റോഡ് ഷോ പൂർത്തിയാക്കി. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഹുൽ ഗാന്ധി നിലമ്പൂരിലെ റോഡ് ഷോ പൂർത്തിയാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് രാഹുലിന്റെ റോഡ് ഷോയുടെ വിശദാംശങ്ങൾ? ഗാന്ധി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലുള്ള നിലമ്പൂർ ചന്തപ്പടിയിൽ റോഡ് ഷോ അവസാനിപ്പിച്ച് നിലവിൽ മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറനാട് ഒപ്പം തന്നെ നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിലാണ്, വയനാട് ജില്ലയുടെ ഭാഗമായ ഇത്തരം നിയോജക മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായ രീതിയിൽ വിമർശിച്ചും കോൺഗ്രസിലെ മാനിഫെസ്റ്റോ ഉയർത്തിക്കാണിച്ചുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഉടനീളം ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുന്ന നിലമ്പൂർ ഒപ്പം തന്നെ മറ്റു ഊർഗാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ജനാവലി തന്നെ ഇവർ എത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഒപ്പം നേരത്തെ നടന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ പതാക ഒന്നും തന്നെ ഉയർത്തിയിട്ടില്ല. പകരം ബലൂണുകളും ഒപ്പം തന്നെ പ്ലക്കാർഡുകളും ഉയർത്തിയാണ് രാഹുൽ ഗാന്ധിയെ പ്രവർത്തകർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മിക്ക ഇടങ്ങളിലും രാഹുൽ ഗാന്ധി വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വാഹനത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം റോഡ് ഷോ നടത്തുകയും ഏറ്റവും അവസാനത്തിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കോവിഡ് കാലത്ത് പ്രധാനമന്ത്രി കാര്യമായിട്ടൊന്നും ചെയ്തില്ല. പകരം മൊബൈൽ ഫോണിൽ ഫ്ലാഷ് തെളിക്കാനും പാത്രം കൊട്ടാനുമാണ് പറഞ്ഞത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ സംസ്ഥാന സർക്കാരിനെയോ LDF-നെയോ അദ്ദേഹം വിമർശിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ റോഡ് ഷോയുടെ ഭാഗമായി എത്തിയ ആളുകളിൽ LDF പ്രവർത്തകരുണ്ടാകും, അവരോട് ഞാൻ നിങ്ങളോട് ഐഡിയോളജിപരമായ വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങളോട് എന്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ് എന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അങ്ങനെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചും ഇടതുപക്ഷത്തെ വിമർശിക്കാതെയും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ചുമാണ് രാഹുൽ ഗാന്ധി വിവിധയിടങ്ങളിൽ നിലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത പരിപാടി മൂത്തേടത്താണ്. വണ്ടൂർ നിയോജക മണ്ഡലത്തിലാണ് മൂത്തേടമുള്ളത്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കും. അതിന് പിന്നാലെ കരുവാരക്കുണ്ടിലും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കും. ഇതോടുകൂടി വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ രാഹുൽ ഗാന്ധിയുടെ പര്യടനം പൂർത്തിയാവുകയും ചെയ്യും. ശരി, മലപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ വിവരങ്ങൾ നൽകുകയായിരുന്നു സമീർ ബിൻ കരീം. കരുവന്നൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുവന്നൂരിൽ കള്ളം പറയേണ്ട കാര്യമില്ലെന്നും കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം CPIM അക്കൗണ്ട് മരവിപ്പിച്ചതിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആദായനികുതി വകുപ്പിന് മറുപടി നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കരുവന്നൂരിൽ CPIMനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ മറുപടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിമർശനം. കരുവന്നൂരിൽ തങ്ങൾക്ക് കള്ളം പറയേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പറയുന്ന കാര്യം എന്തെന്ന് പ്രധാനമന്ത്രി പരിശോധിച്ചാൽ മതിയെന്ന് ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സാധാരണഗതിയിൽ കള്ളം പറഞ്ഞ ശീലം എനിക്കില്ല. അതെങ്ങനെയാണ് ബാധകമാവുക എന്ന് അദ്ദേഹം തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളായാലും അവയെല്ലാം നടപ്പിലാക്കുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കും. കേരളത്തിലെ സഹകരണ മേഖലയോട് BJPക്ക് അതിൻ്റെതായ ഒരു നിലപാടുണ്ട്. കേരളത്തെ തകർക്കുക എന്ന നിലപാടിന്റെ ഭാഗം തന്നെയാണ്. ഇതിനിടെ CPIM അക്കൗണ്ട് മരവിപ്പിച്ചതിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആദായനികുതി വകുപ്പിന് മറുപടി നൽകി. ആദായനികുതി റിട്ടേണിൽ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച വിശദീകരണമാണ് നൽകിയത്. കേന്ദ്ര കമ്മിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് നിലപാട് അറിയിച്ചത്. 24 കൊച്ചി. സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ബാധകമാക്കേണ്ടെന്ന തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സലിം മലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം, എന്താണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്? വേണു, മാർച്ച് 23-നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത്. ഭക്ഷ്യസുരക്ഷാ നിയമം അത് സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന് ബാധകമാക്കേണ്ടതില്ല എന്ന ഉത്തരവിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. അത് ആ തീരുമാനം പിൻവലിക്കണം. അത് വിദ്യാർത്ഥികൾക്ക് എതിരെയുള്ള ഒരു നിയമമായി മാറുകയാണ്. മാത്രമല്ല, സർക്കാർ ഈ ഉത്തരവ്, അതായത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിയമം ബാധകമാക്കേണ്ട എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് അത് കേന്ദ്ര സുരക്ഷയൊക്കെ മുൻനിർത്തി കേന്ദ്ര സുരക്ഷാ നിയമമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. പക്ഷേ കേന്ദ്ര സുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ തന്നെ അത് വരും എന്നുള്ള
എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. മാത്രമല്ല ഹൈക്കോടതി ഉത്തരവുകൾ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധയേറ്റ സംഭവങ്ങൾ നിത്യസംഭവമായി മാറുന്ന ഒരു കാഴ്ചയുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ആ നിലയിൽ തന്നെ വെങ്ങാനൂർ ഉച്ചക്കട LP സ്കൂൾ, കായംകുളം ടൗൺ ഗവൺമെന്റ് UP സ്കൂൾ, കോഴിക്കോട് കീഴ്പയ്യൂർ വെസ്റ്റ് LP സ്കൂൾ, GV രാജ സ്പോർട്സ് സ്കൂൾ നെയ്യാറ്റിൻകര തുടങ്ങിയ വിവിധ സ്കൂളുകൾ, ആ സ്കൂളുകളുടെ പേരൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ഇത്രയും സ്കൂളുകളിൽ സമീപകാലങ്ങളിൽ തന്നെ ഭക്ഷ്യവിഷബാധയേറ്റ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതില്ല എന്നൊരു ഉത്തരവ് കൂടി വരികയാണെങ്കിൽ അത് വിദ്യാർത്ഥികൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലക്കി നൽകുന്നതിന് തുല്യമാകും എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ കത്ത് ഉള്ളത്. അതുകൊണ്ട് ഈ തീരുമാനം പിൻവലിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. വേണു. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വീട് കുത്തി തുറന്ന് വൻ കവർച്ച. 35 പവൻ സ്വർണം നഷ്ടമായി എന്നാണ് പരാതി. കഴക്കൂട്ടം വിളയിൽക്കുളം ശ്യാമിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. കുടുംബം വീട്ടിലില്ലാത്തപ്പോഴായിരുന്നു കവർച്ച. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എപ്പോഴായിരുന്നു ഈ കവർച്ച? എന്താണ് പോലീസ് പറയുന്നത്? വേണു, എപ്പോഴാണ് ഈ കവർച്ച എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കഴക്കൂട്ടം വിളയിൽക്കുളം സ്വദേശി ശ്യാമും കുടുംബവും മൂകാംബികയ്ക്ക് പോയത്, കുടുംബസമേതം പോയത്. ഇവർ ഇന്ന് ഉച്ചയ്ക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. ഇവരുടെ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇവർ വീടിനകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 35 പവനോളം സ്വർണം നഷ്ടമായത് മനസ്സിലായത്. സൗവർണിക എന്നാണ് ആ വീടിന്റെ പേര്. ഉടൻ തന്നെ ഇവർ കഴക്കൂട്ടം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസും വിരലടയാള വിദഗ്ധരും ഈ വീട്ടിൽ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്തെന്ന് നോക്കാം. കാണാം വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വ്യത്യസ്തമായ വികസന കാഴ്ചപ്പാടാണ് പത്തനംതിട്ടയിലെ 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും ഉള്ളത്. ശബരിമലയിലേക്കുള്ള പശ്ചാത്തല വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും അടക്കമുള്ള വിഷയങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. 2 പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ ഇവിടെ പൂർത്തീകരിക്കപ്പെടാനുണ്ട്. ഒന്ന് എരുമേലി വിമാനത്താവളം, 2 ശബരി റെയിൽവേ. ഈ 2 കാര്യങ്ങൾക്കായിരിക്കും ടോപ്പ് പ്രിയോറിറ്റി കൊടുക്കുന്നത്. പത്തനംതിട്ടയുടെ അവികസിതാവസ്ഥയ്ക്കെല്ലാം കാരണം കണക്ടിവിറ്റി ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ആദ്യം ആറന്മുള എയർപോർട്ടിന് വേണ്ടി മുഴുവൻ കാര്യങ്ങളും ചെയ്ത് എല്ലാ അനുമതിയും കൊണ്ടു. അന്ന് രാഷ്ട്രീയ CPM-ഉം BJP-യും ചേർന്നുള്ള രാഷ്ട്രീയ ബാന്ധവത്തിൽ അത് തകർത്തതാണ്. ഒരു സംശയം എനിക്കില്ല എന്താണ് ഏറ്റവും വലിയ മുൻഗണന നൽകുക എന്നുള്ളത്. എല്ലാവർക്കും തൊഴിൽ. വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ, എല്ലാവർക്കും തൊഴിൽ. ഇത് മൈഗ്രേഷൻ കോൺക്ലേവ് കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചതാണ്. തുടക്കവും കുറിച്ചിട്ടുണ്ട്. അതങ്ങ് ഏറ്റെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ശബരിമല വലിയൊരു അനുഗ്രഹമാണ് വികസനത്തിന്. എന്തുകൊണ്ടാൽ ഇവിടെ വരുന്ന തീർത്ഥാടക കോടികൾ അതിലൊരു ഭാഗം 2-3 ദിവസം ഇവിടെ പത്തനംതിട്ടയിൽ കാഴ്ച കാണാൻ തങ്ങുകയാണെങ്കിൽ അത് വലിയ വികസനമായിട്ട് മാറും ടൂറിസത്തിൻ്റെത്. അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവിടുത്തെ റോഡുകൾ തന്നെ ഏറ്റവും ദയനീയ അവസ്ഥയിലാണ്. ഈ ജില്ലയുടെ പുറത്തേക്ക് പോയി ഇപ്പോൾ ആലപ്പുഴയിലും കോട്ടയത്തും പോകുമ്പോൾ പോലും ഇതിനേക്കാൾ നല്ല റോഡുകളാണ്. അപ്പോൾ അവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്. അടിസ്ഥാനമായി കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റുകൾ ഇതിന്ന് തുടങ്ങും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ മണ്ഡലത്തിലൊരു IT പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല, ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഇല്ല. ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ POC-യുടെ ഒരു യൂണിറ്റ് ഇല്ല. ഈ മണ്ഡലത്തിൽ പറയപ്പെടുന്ന ഒരു വ്യവസായമില്ല, ചെറുകിട വ്യവസായമില്ല, വലിയ വ്യവസായങ്ങളില്ല. അതുപോലെ വലിയ പൊട്ടൻഷ്യലുള്ളൊരു മണ്ഡലമാണ്. ചെറുപ്പക്കാർ മുതൽ അവർക്ക് തൊഴിലവസരങ്ങൾ, നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന ആവിന് തൊട്ട് ഇവിടെ ഒരുപാട് വയോജകരുണ്ട്. അവർക്കായിട്ടുള്ള ജെറിയാട്രിക് കെയർ ഉൾപ്പെടെ എല്ലാവർക്കും, ഈ മണ്ഡലത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ ഇവിടെ എനിക്ക് നടപ്പാക്കാൻ സാധിക്കും. 24 അവസാനിക്കുന്നു.